സ്ത്രീകൾക്കെതിരായ മോശം പരാമർശം നടത്തിയെന്ന കേസിൽ നടൻ കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സുപ്രീംകോടതി വിധിക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ നടത്തിയ പ്രസംഗമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. വിവരങ്ങളുമായി ശ്രീനാഥ് ചേർന്നു. ശ്രീനാഥ്, കോടതി അലക്ഷ്യമാണ് കൊല്ലം തുളസിയുടെ പൊതു ചടങ്ങിലെ പ്രസംഗം കൊണ്ട് ഉണ്ടായത് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്ത്? അപർണ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ P.S. ശ്രീധരൻപിള്ള നയിച്ച ജാഥയ്ക്ക് ഒക്ടോബർ 12-ന് ചവറയിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു കൊല്ലം തുളസിയുടെ വിവാദ പ്രസംഗമുണ്ടായത്. ശബരിമലയിൽ വരാനിരിക്കുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചു കയറണം, ഇതിന്റെ ഒരു ഭാഗം ദില്ലിയിലേക്കും ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ മുറിയിലേക്കും വിട്ടുകൊടുക്കണമെന്നുമായിരുന്നു കൊല്ലം തുളസിയുടെ വിവാദ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, സുപ്രീം കോടതിയിലെ ന്യായാധിപർക്കെതിരെ വളരെ രൂക്ഷമായ ചില പരാമർശങ്ങളും ഈ പ്രസംഗത്തിലുണ്ടായിരുന്നു. ഇത്തരം പ്രസംഗങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസംഗമായി കണക്കാക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി വിധിക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ നടത്തിയ പ്രസംഗമായിട്ടാണ് ഇതിനെ ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഇത്തരം പ്രസംഗങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ പലതും നടക്കുന്നത് എന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. ഏതായാലും കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അദ്ദേഹത്തോട് എത്രയും വേഗം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം കൊല്ലം തുളസിയുടെ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ശ്രീനാഥ്? ലഭ്യമാണോ? ഇന്ന് ഇക്കാര്യത്തിലുള്ള വിധി പ്രസ്താവം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് നേരത്തെ ഇത്തരത്തിൽ ഇതിന്റെ വാദം ഒക്കെ പൂർത്തിയായിരുന്നു. ഇതിനുശേഷം കൊല്ലം തുളസി മാപ്പ് പറഞ്ഞതാണ്. തെറ്റ് തിരിച്ചറിയുകയും അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തതാണ് എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നേരത്തെ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. പക്ഷേ കോടതി അതൊന്നും തന്നെ പരിഗണനയിലെടുത്തിട്ടില്ല. ശ്രീനാഥ് വിശദാംശങ്ങൾ നൽകിയത് ഹൈക്കോടതി.